ഹായ് ഫ്രണ്ട്സ്, വൈശാഖ മാസത്തിൽ മഴ പൊരിച്ചൊരിയുമ്പോൾ ദക്ഷിണകാശിയായ ദക്ഷയാഗം നടന്ന സാക്ഷാൽ ശിവപെരുമാളിൻ്റെ അടുത്തൊന്ന് പോയാലോ? എന്തായിരിക്കും നമ്മുടെ എല്ലാം നമ്മൾ അവിടെ അർപ്പിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഒരു തപസ്സി പോലെ, അതായത് നമ്മുടെ മനസ്സ് മുഴുവൻ ഭഗവാനിൽ ചൊരിഞ്ഞുകൊണ്ട് യാതൊരുവിധ ഓർമ്മകളും മറ്റുമില്ലാതെ ആ സ്തോത്രം ഉരുവിട്ട് ആ ചുറ്റും 4 ഭാഗവും വെള്ളത്താൽ മുങ്ങപ്പെട്ട ആ അമ്പലത്തിൻ്റെ പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ തൊഴുത് കൈവണങ്ങി അവിടുത്തെ പുൽക്കുടിൽ എന്ന് പറയാം, അവിടെ ചുറ്റും നിറയെ പുൽക്കുടിലാണ്. ആ കുടിലാണ് അവർ നമ്മുടെ പ്രസാദം പാകം ചെയ്യുന്നതും ഭക്തജനങ്ങൾക്കുള്ള ഭക്ഷണം ഒരുക്കിയിരിക്കുന്നതും എന്ത് രസമായിരിക്കും എന്നറിയാം. പണ്ടത്തെ ആ കാലങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. എന്തായാലും അതൊരു നല്ലൊരു അനുഭൂതി തന്നെയായിരുന്നു നമുക്ക് അത് ദർശിച്ച് വരിക എന്നത്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ തിരുനെല്ലി പോയി പാപനാശിനി ഈ പുഴയിലൊക്കെ പോയി തർപ്പണം ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുനെല്ലി പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്ത് പോയി തൊഴുത് ഉണങ്ങിയിട്ടൊക്കെയായിരുന്നു വന്നത്. പക്ഷേ കൊട്ടിയൂരിലെ കാഴ്ച നമുക്ക് എന്നും എക്കാലത്തും ഓർക്കാനുള്ളതാണ്. ഇതാണ് തിരുനെല്ലി അമ്പലം എന്ന് പറഞ്ഞാൽ കാണുമ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും അത് ഒരുപാട് അതിൻ്റെ പ്രതിബലി നടക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറേ കൽപ്പടവുകൾ താണ്ടിയിട്ട് വേണം പോവാൻ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ പോയി എത്തപ്പെട്ടത് ചെയ്യാനും ഒക്കെ ആയിട്ട്. എന്നാലും നമുക്കത് ഏതായാലും വന്നതല്ലേ, അത് ചെയ്തിരിക്കണം എന്നുള്ളത് കൊണ്ട് അമ്മയെ അവിടെ ഇരുത്തി ഞാനും ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ വണ്ടിയിലായിട്ട് വന്നിരുന്നു. അവരെല്ലാവരെയും കൂട്ടിയായിരുന്നു പോയത്. സങ്കടം തീർക്കാൻ ഇങ്ങനെയൊക്കെ ഒന്ന് പോയി വരുമ്പോൾ തന്നെ നമുക്ക് പകുതി അസുഖങ്ങളൊക്കെ മാറും. കാരണം ദൈവിക ചിന്തകൾ മനസ്സിലൂടെ എടുത്താൽ പിന്നെ നമുക്ക് മറ്റുള്ള ചിന്തകളൊന്നും തന്നെ നമ്മളെ വേട്ടയാടില്ല. അപ്പോൾ ആ സമയമുണ്ടല്ലോ, ആ 2 ദിവസം നമുക്ക് അത്രയ്ക്കും വിലമതിക്കപ്പെട്ടതാണ്. എല്ലാ പുണ്യകർമ്മങ്ങൾ ഏർപ്പെടുക എന്ന് പറയുന്നത് തന്നെ മനസ്സിനൊരു ആനന്ദപ്രദമാണ്. ഏത് മതസ്ഥരായാലും മുസ്ലിങ്ങളായാലും അവർക്കും മക്കയിലേക്ക് പോയി അവരുടെ മനസ്സ് ഏകാഗ്രമായിരുന്ന് കുറച്ച് നേരം ചിന്തിച്ച് മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചൊക്കെ നല്ലത് മാത്രം ചിന്തിക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ക്രിസ്ത്യാനികൾക്കായാലും അവർ കുരിശുപള്ളിയിലൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹിന്ദു മതക്കാർക്കും ഇങ്ങനെയൊക്കെ പുണ്യകർമ്മങ്ങളിലൊക്കെ പങ്കുചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു മാനസികോല്ലാസം ലഭിക്കും. വീണ്ടും ഒരു പുതു സൃഷ്ടിയായി ഉടലെടുക്കും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള ഒരു പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കും. ഞാനും അമ്മയും കൂടിയാണ് പോയത്. വയസ്സായ അമ്മയാണെങ്കിലും നമുക്ക് ഒന്ന് കൊണ്ടുപോകാമെന്ന് മനസ്സിൽ തോന്നിയപ്പോൾ മറ്റുള്ള ചെറുപ്പക്കാരുടെ കൂടെ ഈ അമ്മയെയും കൂട്ടിയാണ് ഞങ്ങൾ പോയത്. ഹായ്.